സച്ചി മദ്യപിച്ചെന്നുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ നമ്മുടെ രേവതി ഒതുക്കി തീർക്കുന്നുണ്ട്. പിന്നീടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ ഈ പറയുന്നത്. അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗേൾസ് ടീം താഴെ അടുക്കളയിലും അതുപോലെ തന്നെ ബോയ്സ് ടീം മേളിൽ ടെറസിലും ഇരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രുതിയും കൂടി ഒരു കാർ എടുക്കുന്നുണ്ട്. പുതിയൊരു കാർ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് അവൻ ചോദിക്കാണ്, ഇത് സെക്കൻഡ് ഹാൻഡ് കാറിലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ ഇപ്പൊ തൽക്കാല ആവശ്യത്തിന് അത് മതിയല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ അച്ഛാ സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷയോട് ശ്രീകാന്ത് ചോദിക്കാണ്, നമുക്കും ഒരു കാറ് മേടിച്ചാലോ, സെക്കൻഡ് ഹാൻഡ് മതി എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ എപ്പോഴും പണിയായിരിക്കും, നമുക്ക് പുതിയതായിട്ട് തന്നെ മേടിച്ചാൽ മതി എന്ന് വർഷയും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴും ശ്രുതിക്ക് ചെറിയ ഫീൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചെന്ന് ചോദിക്കുമ്പോൾ 4 ലക്ഷം രൂപ ആയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ പൊട്ട നീ ഇതുവരെയും വിവരം വെച്ചില്ലേ, ഈ കാറിനെ കൂടിപ്പോയാ ഒരു 2 ലക്ഷം രൂപയെ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ കാർ ചുറ്റും നോക്കുന്നുണ്ട്. എടാ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും നല്ലതായിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാ, ഇത് കണ്ടോ ഇതിനകത്തൊക്കെ പാച്ചുവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് 2 ലക്ഷം രൂപ മേളിൽ പോവില്ലടാ പൊട്ട, നിനക്ക് എന്നെ കൂടെ വിളിച്ചോണ്ട് പൊക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പണി വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, അതല്ല ശ്രുതി, ഇദ്ദേഹത്തിന് വണ്ടിയെക്കുറിച്ച് എല്ലാം അറിയാലോ, അപ്പൊ അദ്ദേഹത്തോടെ കൂടെ കൊണ്ടുവരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും അവള് പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ മെക്കാനിക്കൽ എഞ്ചിനീയർ വല്ലാണോ? മെക്കാനിക്കൽ എഞ്ചിനീയർ ഒന്നും അല്ല, പക്ഷെ അദ്ദേഹത്തിന് കാർ എന്താന്ന് നന്നായിട്ട് അറിയാം, വണ്ടിയെക്കുറിച്ചും നന്നായിട്ട് അറിയാം. അദ്ദേഹം പോയിരുന്നെങ്കിലേ ഇതുമാതിരി പൊട്ടത്തരം നിങ്ങൾ കാണിക്കില്ലായിരുന്നു. 2 ലക്ഷം രൂപയല്ലേ ഒറ്റയടിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവനത് മേടിച്ചു പോയില്ലേ, ഇനി അതിനെക്കുറിച്ചൊക്കെ പറയണ്ട എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ആരതിയെ കുഴിഞ്ഞ് അവതെടുക്കാൻ കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ശ്രീകാന്ത് അവരുടെ പാട്ട് ചോദിക്കുന്നത്. അയ്യോ അതിനൊന്നും എന്റെ പൈസ ഇല്ലെന്ന് പറയുമ്പം, എന്താണ് ദുഷ്ട ഇത്രയും പൈസയുണ്ട്, കാറ് വാങ്ങിച്ചു, ബിസിനസ് തുടങ്ങാൻ പോവാണ്, നിനക്കൊരു കുപ്പി മേടിച്ചു തന്നൂടെ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുമ്പം ശരി വൈകിട്ട് തന്നെ സെറ്റാക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് മൂവർ സംഘവും കൂടി ടെറസിലേക്ക് പോണത്. 3 കുപ്പി ബിയർ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. എടാ എന്താടാ ഇത്, ഈ സാധനമാണോ നീ വാങ്ങിച്ചുകൊണ്ടുവന്നത്, നല്ല കൂടി ഐറ്റം എല്ലാം കൊണ്ടുവരാനുള്ളതിന് നീ പോടാ വന്ന്, ഒരു ബിയർ കുടിക്കാനേ എനിക്ക് അനുമതിയുള്ളൂ, അതും ഇത് ശ്രുതി തന്ന പൈസയാ, അല്ലാതെ ശ്രുതി ഒറ്റ പൈസ വിട്ട് കളിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത്ര എച്ചിത്തരം കാണിക്കാനാണോ നീ പോയെന്ന് ചോദിച്ച് സച്ചി വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ 3 പേർ കൂടി എടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതെന്തായിട്ട് അങ്ങനെ, എനിക്ക് വേണ്ടടാ, എനിക്കിന്നൊരു മൂടില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീയാണല്ലോടാ മുഴുവനും കുടിച്ച് ഓഫ് ആവുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ നല്ലട തുറക്കണ്ടേന്ന് പറഞ്ഞ് സച്ചി തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിലും സച്ചി തുള്ളി പോലും കുടിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഇവര് പ്ലാൻ ചെയ്യാണ് എന്താണ് ബിസിനസ് തുടങ്ങണ്ടേന്ന്. ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് 3 പേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് തുടങ്ങാം ഇത് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് 3 സംഘം കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കിച്ചണില് കോഫിയൊക്കെ ഇട്ട് രേവതി 3 പേർക്കും കുടിക്കുന്നുണ്ട്. അങ്ങനെ അവരും ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്. രേവതി പറയുന്നുണ്ട്, നമുക്ക് വലിയ ബൊക്കേസ് ഒക്കെ കിട്ടുന്ന വലിയൊരു പൂക്കട തുടങ്ങാൻ ചോദിക്കുമ്പോൾ, എന്താ രേവതി നീ ഇങ്ങനെ പറയുന്നത്, പൂക്കച്ചവടം തുടങ്ങാനാണോ ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ പഠിച്ചത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വർഷം പറയുന്നുണ്ട്, നീയെ ഒരു ഡബിങ് സ്റ്റുഡിയോ തുടങ്ങ്, നല്ലതായിട്ട് വരുമാനം വരും, കുറെ പേരേന്ന് കോപ്പറേറ്റും അതും ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാം, നല്ല പൈസ ഉണ്ടാക്കാം എന്ന് പറയുമ്പം അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പം 19 ലക്ഷം രൂപയല്ലേ ഉള്ളൂ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. അത് മാത്രല്ല നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജോലിയെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേങ്കിൽ ഞങ്ങൾക്ക് എന്ത് സ്യൂട്ടബിൾ ആവുന്നുള്ളത് നിങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് അവള് പറയുമ്പം, അതിപ്പോ ഞങ്ങൾ എന്ത് പറയാനാ, നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനം എടുക്കണമല്ലോ എന്ന് പറയുമ്പം ശ്രുതി പറയാണ്, അല്ല 3 പേര് മുകളിലും ആലോചിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു തീരുമാനിച്ചോളും എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, ഞാനെന്തായാലും അവന് ഒരു ബിയറിനുള്ള അനുവാദമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയാണ്, സച്ചിയുടെ എന്തായാലും ഇന്ന് കുടിക്കില്ലെന്ന് പറയുമ്പം, എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, സച്ചിയാണ് കുടിക്കാത്ത ആള്, സച്ചിയെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, സച്ചി കണ്ടോണം കാല് നിലത്തിറക്കാതെയെ മുഴുകുടിയനായിട്ടായിരിക്കും ഇറങ്ങി വീണെന്ന് പറഞ്ഞ് ശ്രുതി കളിയാക്കുന്നുണ്ട്. രേവതിക്ക് ഇതിലേക്കുള്ള ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയാണ്, അല്ല അദ്ദേഹം കുടിക്കില്ല, നിങ്ങൾ കണ്ടോ അദ്ദേഹം എന്നെ കുടിക്കാതെ വരുള്ളൂ, നീ കോമഡി പറയാതെ രേവതി, സച്ചി പോലും കുടിക്കാതെ വരാന്, അതും ഈ ടെറസിന്റെ മണ്ടയ്ക്ക് ഇത്ര സൗകര്യമുള്ളപ്പം രാത്രിയില് സച്ചി ഇന്നെ ഫുൾ ബോട്ടിൽ അടിച്ചിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിക്ക് ഇതിട്ട് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ.
അതേ സമയത്ത് തന്നെ മുകളില് നമ്മുടെ സച്ചിയുടെ വീതവും കൂടെ എടുത്ത് കുടിക്കുകയാണ് നമ്മുടെ സുധി. അങ്ങനെ സുധി ഭയങ്കരമായിട്ട് ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ, ആടി ആടി വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി താഴെ നിന്ന് വിളിക്കുകയാണ്, നീ എവിടെയാ, വരാറായില്ലെന്ന് ചോദിക്കുമ്പം ദാ വരുവാ മോളെ എന്ന് പറഞ്ഞ് കട്ടാക്കുന്നുണ്ട്. ശ്രീകാന്തിനോടും അവൾ വിളിക്കുമ്പം അങ്ങനെ ശ്രീകാന്തും പറയുന്നുണ്ട്, ദേ എന്റെ ശ്രുതി വിളിച്ചു എന്നും പറഞ്ഞിട്ട് ടെറസിന്റെ മണ്ടേന്ന് ചാടാൻ പോകുന്ന പോലെ റിവേഴ്സിൽ പോവാണ് അവൻ. അപ്പോഴേക്കും ഇവന്മാർ രണ്ടുപേരും ഓടിപ്പോയി പിടിച്ചിട്ട്, എടാ ശ്രുതി നീ എന്തായി കാണിക്കുന്നേ, അത് ടെറസിന്റെ മണ്ട നീ ഇപ്പൊ താഴെ കിടന്നതെന്ന് പറയുമ്പം അയ്യോ ഇതാരാ വാതിലുണ്ട് അവിടെ വെച്ചതൊക്കെ ചോദിച്ച് നല്ല ഫിറ്റായിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതിയെ പിടിച്ചുകൊണ്ട് ഇവർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രുതി നമ്മുടെ രേവതിയെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ കുടിച്ചിട്ടായിരിക്കും വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കും തോറും രേവതിക്ക് കലിപ്പ് വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ റിവേഴ്സിൽ ഇറങ്ങി, അതായത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം റിവേഴ്സിൽ വരികയാണ് നമ്മുടെ സച്ചി. അത് കാണുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ ദേ സച്ചിനെ കണ്ടോ രേവതി, കാല് പോലും നിലത്തിറക്കാതെ റിവേഴ്സിൽ അയാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതിരിക്കുമ്പോൾ രേവതിക്ക് സങ്കടമാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രുതി നീ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങളുടെ ഹസ്ബൻഡാ കുടിച്ച് ലക്ക് കെട്ടിരിക്കുന്നത്, അവരെ പിടിച്ചുകൊണ്ട് വരുവാണ് ശ്രീകാന്തും സച്ചിനും എന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ആകെപ്പാടെ നാണക്കേടാവുന്നുണ്ട്. രേവതി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ചിറക്കിക്കൊണ്ട് വരികയാണ് സച്ചിയും ശ്രീകാന്തും കൂടി നമ്മുടെ സുധീനെ കൊണ്ടുവന്ന പാടെ സുധിയോട് ചോദിക്കുകയാണ് അവള്, എന്താ നീ കാണിച്ചത്, നീ എന്തോരം കുടിച്ചു എന്ന് ചോദിക്കുകയാണ്. ഞാനേ ഒരു ചെറിയ ഗ്ലാസ്സേ കുടിച്ചുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, നീ എന്താടാ പറയുന്നത്, നീ 2 ഗ്ലാസ്സല്ലേ കുടിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്തിനാടാ കള്ളം പറയുന്നേ, ഞാനേ 2 ബോട്ടിൽ കുടിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നറിയാവോ, സച്ചിയേട്ടനൊന്ന് കുടിച്ചില്ല, സച്ചിയേട്ടന്റെ വിധം കൂടി ഇവൻ കുടിച്ചു എന്ന് പറയുമ്പോഴേക്കും ഇവർക്കെല്ലാം അത്ഭുതമാവുന്നുണ്ട് കേട്ടോ. അതെന്താ സച്ചി കുടിക്കാത്തതെന്ന് ഓർത്തിട്ട് ശ്രീകാന്തിനെയും കൂട്ടി വർഷയും പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുകയാണ്, സത്യം പറ നിങ്ങൾ കുടിച്ചില്ലേ? അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ ഞാൻ കുടിച്ചില്ലെന്ന്, നിനക്ക് എന്നിട്ട് വിശ്വാസമില്ലേ? ഇല്ല, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല, ഊതി കാണിക്ക് എന്ന് പറയുമ്പോൾ നീ എന്താ വല്ല ട്രാഫിക് പോലീസും ആണോ, നിങ്ങളുടെ ഊതാനല്ലേ പറഞ്ഞത്, ഊതിയാ മതി എന്ന് പറയുമ്പോഴേക്കും അവൻ ഊതി കാണിക്കുന്നുണ്ട്. ശരിയാണല്ലോ, നിങ്ങൾ മദ്യപിച്ചില്ലല്ലോ, അതെന്താ മദ്യപിക്കാനേ? ഓഹോ, ഇപ്പൊ ഞാൻ മദ്യപിക്കാത്തവനാണോ കുഴപ്പം, മദ്യപിച്ച് ഒരു പൊല്ലാപ്പുണ്ടായതൊക്കെ മതിയായി എനിക്ക്, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാ. ആണോ, അപ്പൊ നിങ്ങൾ ഇനി ഒരിക്കലും കുടിക്കില്ലേ? അങ്ങനെയൊന്നും പറയില്ല, ഇടക്കിടക്കൊക്കെ കുടിക്കും, അങ്ങനെ പൂർണ്ണമായി ഞാൻ ഇല്ലാതാക്കത്തൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇന്ന് കുടിച്ചില്ലല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ ശ്രുതിയെ എന്നെ കുറെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താ നിങ്ങൾ കുടിക്കാതെ ശ്രുതിയാണെങ്കിൽ കുടിച്ച് ഫിറ്റായി വന്നത്, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. കുറെ നേരം കൊണ്ട് അവൾ എന്നെ കളിയാക്കായിരുന്നു, നിങ്ങൾ എന്റെ മാനം രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് രേവതിയും സന്തോഷിക്കുന്നുണ്ട്. ശരി നീ എങ്കിൽ പോയി കിടന്നോ, ഞാൻ ടെറസിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം സച്ചി ഓട്ടം പോയിരിക്കാണ് കേട്ടോ. ഒരു പ്രായമായ ആളായിരിക്കും അവന്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടാവുക. അങ്ങനെ അയാളെ കൊണ്ട് കടയുടെ മുമ്പിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അയ്യോ മോനെ, ഞാൻ പൈസ എന്റെ കയ്യിലില്ല, ഞാൻ കടയിലേക്ക് കയറിപ്പോയി എടുത്തോണ്ട് വരാമെന്ന് പറയുമ്പം ഇതാറെ കടയെ സാറേ ചോദിക്കുകയാണ്. ഇതെന്റെ സ്വന്തം കടയാ മോനെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പൈസ എടുത്തോണ്ട് കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും അവിടെ 2 റൗഡികൾ നിൽക്കുന്നത്. ഈ പ്രായമായ ആളായിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയാണ്, മര്യാദയ്ക്ക് കടയെഴുത്താടാന്നൊക്കെ പറഞ്ഞ് അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അവര് പറയുന്നുണ്ട്, നീ ആരാ, നീ എന്താ ചോദിക്കാൻ വരുന്നേ, നിന്റെ കാര്യം നോക്കി പോയാ മതി, അതെ തെറ്റ് കണ്ടാൽ ഞാൻ തട്ടിക്കേക്കും, അത് എന്റെ ശീല. എന്താ സാറേ, എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട്. മോനെ, ഇതെന്റെ സ്വന്തം കടയാ, ഒരുപാട് കാലം കൊണ്ട് അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയതാ, ഇപ്പൊ ഞാനിത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുമ്പം അത് കുറഞ്ഞ വിലയ്ക്ക് വേണമെന്ന് പറഞ്ഞ് ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കാന്ന് പറയുമ്പം ആണോടാ ചോദിക്കുന്നുണ്ട്. അതേടാ, നീ എന്ത് ചെയ്യും, ഞങ്ങളിതേ ഇവന്റെ അടിച്ചു മാറ്റും, ഇല്ലേക്കളെ ഞങ്ങൾ തട്ടും എന്ന് പറയുമ്പോഴേക്കും സച്ചി 2 പേരെ പിടിച്ച് ശരിക്ക് അടി കൊടുക്കുന്നുണ്ട്. തട്ടുവാടാ എങ്കിൽ തട്ടടാ എന്നും പറഞ്ഞിട്ട് വീണ്ടും അടിച്ചവന്മാരെ പരിപ്പിളക്കുന്നുണ്ട്. അവന്മാരാണെങ്കിലോ അവിടെ നിന്ന് ചോടുകയാണ്. ഓ മോനെ, രക്ഷപ്പെട്ടു. ഞാൻ എന്താ സാർ ഈ കട വിൽക്കുകയാണെന്ന് ചോദിക്കുമ്പം അതേ മോനെ, ഞാൻ ഈ കട വിൽക്കാൻ തീരുമാനിച്ചിരിക്കാം, എൻ്റെ മകനാണെങ്കിൽ അമേരിക്കയിൽ സെറ്റിൽഡാ, അവിടെ പോയി ഇനിയുള്ള കാലം മക്കളുടെയും പേരമക്കളുടെയൊക്കെ കൂടെ ജീവിക്കാനാ കരുതുന്നേ, എന്റെ നാട് വിട്ടു പോകാൻ എനിക്ക് വല്ലാത്ത വിഷമാണെന്ന് പറയുമ്പം അത് ശരിയില്ലേ സാറേ, ആർക്കാ സ്വന്തം നാട് വിട്ട് പോകാൻ തോന്നുന്നേ എന്ന് സച്ചിൻ പറയുന്നുണ്ട്. അത് ശരിയാ മോനെ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പോയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ കട വിൽക്കാൻ പോവാ. ഈ കട 50 വർഷത്തോളമായി ഞാനിവിടെ കൊണ്ടു നടക്കാണ്, എന്റെ ചെറുപ്പകാലം തൊട്ടേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കടയാ, ഇതിനെന്ന് പറഞ്ഞ സൽപ്പേരുണ്ട്, അത് നശിപ്പിക്കുന്നവന്മാരുടെ കയ്യിൽ ഒരിക്കലും ഞാൻ കൊടുക്കില്ല. അത് മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന വിലയുടെ 4 പോലും അവന്മാർ തരില്ലെന്ന് പറയാം,
അങ്ങനെ എനിക്ക് നഷ്ടക്കച്ചവടാക്കിയിട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുമ്പം സച്ചി ചോദിക്കുകയാണ്, അതെ സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഏട്ടന് വേണ്ടിയിട്ടാ, അയാൾ ഒരുപാട് പഠിച്ചതാ, ഇപ്പം എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ കടയുടെ കാര്യം ഞാൻ സംസാരിച്ചു നോക്കട്ടെ, എനിക്ക് തരുമോയെന്ന് ചോദിക്കുമ്പോൾ മുന്നും പിന്നും അറിയാത്ത എന്നെ സഹായിച്ച് നിനക്ക് ഞാൻ ഉറപ്പായിട്ടും തരും. പിന്നെ പൈസയാണെങ്കിലും നീ നോക്കണ്ട, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അയാൾ പറയുന്നുണ്ട്. ഇത്രയും സാധനത്തിലുള്ള പൈസയൊന്നും അവൻ്റെ കയ്യിൽ കാണില്ലല്ലോ, കുറച്ച് പൈസയുള്ളെന്ന് പറയുമ്പം സാരമില്ല, ബാക്കിയെല്ലാം ലോണിലുള്ളതാ, അതെല്ലാം അങ്ങനെ തന്നെ ഞാൻ അയാളുടെ പേരിലേക്കാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ സെറ്റാക്കുന്നുണ്ട്. എങ്കിൽ ശരി, ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ചേട്ടനോടൊക്കെ പറഞ്ഞ് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ പോയതിന് ശേഷം എല്ലാവരും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കും എന്ത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും ശ്രുതി ഇറങ്ങി വരുമ്പോഴേക്കും രണ്ടുപേർക്കും തലവേദന ആയിരിക്കും കേട്ടോ. അച്ഛൻ ചോദിക്കുകയാണ്, എന്താ രണ്ടുപേർക്കും തലവേദന എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അത് പിന്നെ ഇന്നലെ ടെറസിൽ രണ്ടുപേരും എന്ന് പറയുമ്പോഴേക്കും അയ്യോ അച്ഛാ, ഞങ്ങൾ 3 പേരും കൂടി ടെറസിലിരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്, അതുകൊണ്ടാണ് തലവേദന എന്ന് പറയുമ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛൻ ചോദിക്കുകയാണ്, എന്താടാ നിനക്ക് തലവേദന ഇല്ലേ? തലവേദനയോ? എനിക്കെന്തിനു തലവേദന എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടെ രണ്ടാമന്മാർക്ക് ഭയങ്കര തലവേദന, അതാ ഞാൻ ചോദിച്ചെന്ന് പറയാനുണ്ട്. ഞങ്ങൾ ഇന്നലെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു അല്ലേടാ എന്നും പറഞ്ഞ് അവന്മാരെ ഇത് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പ്ലാനിങ് കിട്ടിയോ എന്ന് അച്ഛൻ ചോദിക്കുമ്പം ഇതുവരെ ഒന്നും ആയില്ലച്ചാ എന്ന് അവനും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതെ, ഞാനൊരു പ്രത്യേക ഒരു ഐഡിയ കൊണ്ട് വന്നേക്കുന്നേ. ഞാനേ ഇന്നൊരു സാറിനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയൊരു ഐഡിയ, അയാളെ ആ കട വിട്ടിട്ട് പോകാൻ പോവാം. അതുകൊണ്ട് ആ കട ഞാൻ വേണ്ടി ചോദിച്ചു വെച്ചിട്ടുണ്ട്, നീ എന്താണ് അത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? വല്ല പലചരക്കട നടത്താനാണോ ഇവനെ ഞാൻ ഇത്രയും പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, പലചരക്കടയ്ക്ക് എന്താമേ കുഴപ്പം, അത് നടത്തിയും രക്ഷപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, നിന്റെ കാര്യം നോക്ക്, ഇവനെ പറയാൻ വന്നിരിക്കുന്നു, 10ാം ക്ലാസ് പോലും താണ്ടാത്തവനാ വലിയ കാര്യം പറയാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, എന്ത് കടയാ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാ ആവശ്യത്തെ കാര്യമൊക്കെ നിങ്ങൾ മിണ്ടാതിരുന്ന പോരെയും ചോദിക്കുമ്പം അറിഞ്ഞ കാര്യം പറയണ്ടേ രേവതി എന്ന് പറയുന്നുണ്ട്. രവി പറയാണ്, മിണ്ടാതിരിക്കും ചന്ദ്രേ, അവൻ കാര്യം പറയട്ടെ, അവൻ പറയാൻ വന്ന കാര്യമെങ്കിലും നിങ്ങൾ പറയാൻ സമ്മതിക്ക് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ്, ഇതേ എന്താണെന്നറിയാം ശ്രീകാന്തേ, മറ്റേ ഈ ഫ്രിഡ്ജും AC-യും TV ഒക്കെ വിൽക്കുന്നൊരു കടയില്ലേ, ഹോം അപ്ലയൻസസോ, അത് തന്നെ, അതാടാ കട എന്ന് പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഹോം അപ്ലയൻസസ് ആണെങ്കിൽ നല്ല വലിയ ഷോറൂം ആയിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നല്ലാതെ നമ്മുടെ സിറ്റി തന്നെയുള്ള വലിയ ഷോറൂം ആണെന്ന് പറഞ്ഞിട്ട് ആ കടയുടെ പേരും പറയുന്നുണ്ട്. അയ്യോ, ആ കടയോ? അത് വളരെ പ്രശസ്തമായ കടയാണല്ലോ, ആ സാറിനെ കൂടി എനിക്കറിയാമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അതെ, ആ സാറേ ഇപ്പം ഗൾഫിലേക്ക് പോവാ, ബിസിനസ് എല്ലാം അവസാനിപ്പിച്ചിട്ട്, അപ്പം അത് ഇങ്ങോട്ടേക്ക് മാറ്റിവിടാന്നാ പറഞ്ഞത്. ഞാനിന്ന് വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പം അയാളെ 2 പേർ ചേർന്ന് ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ അവന്മാരെ അടിച്ചോടിച്ചു, അയാളെ സഹായിച്ചു. അപ്പോൾ അയാൾ ഈ ഒരു കാര്യം പറഞ്ഞത്, പിന്നെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സച്ചി അത് പിന്നെ ഇതുപോലുള്ള കടകൾക്കൊക്കെ ഒത്തിരി പൈസയാവും, നമ്മുടെ ഏതാണ്ട് 10-50 ലക്ഷം രൂപയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, അതിന് പിന്നെ അയാൾ എന്തൊക്കെയോ പറഞ്ഞു, എന്തോ ലോണ് മാറ്റിവിടാന്നോ മറ്റെന്തോ മെമ്പർഷിപ്പ് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ശ്രീകാന്ത് പറയാണ്, അങ്ങനെയാണെങ്കിൽ പറ്റും, ലോണൊക്കെ ഇയാളുടെ നമ്മുടെ സുധിയേട്ടന്റെ പേരിലേക്ക് ആക്കുന്നതാ, അത് മാത്രമല്ല കമ്പനി വക കമ്മീഷൻസും കാണും, വിറ്റതിന് ശേഷം കാശ് കൊടുത്താൽ മതി, അങ്ങനത്തെ ഡീലർഷിപ്പാന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ എന്തോ അയാൾ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടു നോക്കാതെ പറയുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇവൻ പറഞ്ഞല്ലേ വലിയ ഗുലുമാലും ആയിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്ര ഇങ്ങനെ, എന്തെങ്കിലും ഒരു കാര്യം അവൻ പറയുന്നതിന് മുമ്പേ തന്നെ നീ ഇടങ്കലിടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടേക്ക് കട കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഇതാ എൻ്റെ ഏട്ടൻ, ഇതെന്റെ ഫാമിലിയാ എന്നൊക്കെ പറയുമ്പം ചെല്ലിയല്ലേ കട കയറി കണ്ടിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കട എല്ലാവർക്കും അറിയട്ടെ, വളരെ പ്രശസ്തമായ നല്ലൊരു കട തന്നെയാണ് അവിടുത്തെ. അങ്ങനെ അകത്തേക്കൊക്കെ കയറുമ്പോഴേക്കും ശ്രുതിക്കും ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അവർ പറയാണ്, ഇതുപോലൊരു കടയാണ് നമ്മൾ സ്വപ്നം കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി ഓടിച്ചെന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, അല്ല ഇവിടുത്തെ വിറ്റുവരവൊക്കെ എങ്ങനെയാ, മാസം എത്ര ലാഭമൊക്കെ ആയിരിക്കും, ഇവിടെ എത്ര പേരുണ്ട് ജോലിക്കായിട്ട്,
പിന്നെ എത്ര രൂപ വരുമാനമൊക്കെ കിട്ടുമായിരിക്കും, ടാക്സ് എല്ലാം അടയ്ക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എടാ എന്തുവാടാ ചോദിക്കുന്നത്, മിണ്ടാതിടാ, അച്ഛ പറഞ്ഞിടച്ചാന്ന് പറയുന്നുണ്ട്. ഡാടാ നീ ഇപ്പൊ പോയി കട കാണാൻ വന്നാലേ, പോയി കട കാണാം, ഈ ചോദ്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും സച്ചിയും പോയിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുകയാണ്. അയ്യോ എന്ത് വലിയ ഫ്രിഡ്ജാന്ന് നോക്കി സച്ചിയേട്ടാ, ഇത് തുറന്നാൽ മേടിച്ച് നമുക്ക് ഇഷ്ടം പോലെ പൂവൊക്കെ വെക്കാതിരിക്കുമല്ലേ, ഇതിന് എത്ര രൂപയാം എന്ന് ചോദിക്കുന്നുണ്ട്. ദാ വില എഴുതിയേക്കുന്ന കണ്ടില്ലേ, വിലയൊന്നുമില്ല, 1 ലക്ഷം രൂപയുള്ളൂ. ഈശ്വര, 1 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജോ, ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കോ? പിന്നില്ലാതെ കാശുകാരുടെ വീട്ടിലെല്ലാം ഇതായിരിക്കും, ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ ഗൗരവമുള്ളെന്നാ അവരൊക്കെ കരുതിയിരിക്കുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ കൂടിയിട്ട് അവിടുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിലും ഇതുപോലെ വലിയൊരു TV വാങ്ങിക്കണം. നമുക്കൊരു TV ഉണ്ടല്ലോ എന്ന് ശ്രീകാന്ത് പറയുമ്പം, അത് പിന്നെ നിങ്ങൾ അച്ഛനെപ്പോഴും വാർത്തയും അമ്മ എപ്പോഴും സീരിയലും കാണുന്നതല്ലേ, നമുക്കൊന്നും കാണാൻ പോലും കിട്ടില്ല. നമ്മുടെ മുറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ഇരുന്നല്ലേ റൊമാൻറ്റിക് ആയിട്ടുള്ള സിനിമസ് ഒക്കെ കാണാം. നിങ്ങളുടെ ചേട്ടനാകുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ടും കിട്ടുമല്ലോ. ആര്, എന്റെ ചേട്ടനോ? ഒന്നും കൂടി കൂട്ടി പഠിക്കായിരുന്ന കൊള്ളാം എന്നും പറഞ്ഞ് ഇവരും കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് നമ്മുടെ ശ്രുതി പോയിട്ട് ആ ഓണറുടെ കസേര കയറി ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവനത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കണ്ട് ശ്രുതിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ കണ്ടോ, എന്റെ മോനോട് ഇരിക്കുന്നതാണ് എന്തൊരു ഐശ്വര്യവാ. ഈ സമയത്ത് സച്ചി ഇത് കണ്ടിട്ട്, അച്ഛ അങ്ങോട്ട് നോക്കി, അവൻ പോയി അവിടെ പോയിരിക്കുക, അവനെ പോയി ഇടിയിപ്പിച്ചു വിട്, ഇവന് എല്ലാം കുളവാക്കും എന്ന് പറയുമ്പോഴേക്കും ആ അച്ഛൻ പോയിട്ട് വിളിക്കുന്നുണ്ട്, ഡാഡാ ഇങ്ങോട്ട് എണീച്ച് വാടാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, എന്തിനാ അവനെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത്, കണ്ടോ എന്ത് ഭംഗിയാ എന്റെ മോനോട് ഇരിക്കുന്നത് കാണാൻ, നമ്മൾ കട നോക്കാൻ വന്നതാ, അല്ലാതെ ഓണറാവാനല്ല. ഇനിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്, അതിനു മുമ്പേ കയറോട് ഇരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതിയും ചോദിക്കുകയാണ്, മക്കളെ കട ഇഷ്ടപ്പെട്ടാൽ ചോദിക്കുമ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓണർ വന്ന് സച്ചിയോട് എങ്കിൽ വാ നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോഴേക്കും ശരി സാറെന്ന് സച്ചി പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, വേണ്ട വേണ്ട, സച്ചിയോട് നിന്നാൽ മതി, ഞങ്ങൾ പോയി സംസാരിച്ചതെന്നാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് നല്ല വിഷമാവുന്നുണ്ട്, രേവതിക്ക് ഇനി പറയണ്ടല്ലോ അതിലപ്പുറം വിഷമാവുന്നുണ്ട്. എങ്കിലും അവരുടെ വെയിറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ആ കടയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് ക്യാഷൊക്കെ കൊടുത്ത് അവർ ആ കട ഇവരുടെ പേരിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ കടയൊക്കെ ഇവർ സെറ്റാക്കിയതിന് ശേഷം വീട്ടിൽ രാത്രിയിൽ ചർച്ചയാണ് കേട്ടോ, എന്ത് പേരിടാന്നുള്ള ചർച്ചയാണ്. ഈ സമയത്ത് മുത്തശ്ശിയുടെ പേരിടാന്ന് പറയുമ്പം അതൊന്നും വേണ്ടാന്നും പറഞ്ഞ് എല്ലാവരും പരസ്പരം ഇങ്ങനെ ഓരോ പേരുകളൊക്കെ പറയുമ്പം രേവതി അച്ഛമ്മയുടെ പേരിട്ടാൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇത് അവരുടെ കടയാ, അവർ ഇഷ്ടമാണ് എന്തിടണമെന്നുള്ളത്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ചന്ദ്രയുടെ പേരിടണമെന്നാണ് ചന്ദ്രയ്ക്ക് ആഗ്രഹം. ചന്ദ്ര നിങ്ങൾ പേരൊക്കെ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും ആൻറ്റി എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ഇവളുടെ മുഖം വല്ലാണ്ട് വിഷമിച്ച് തല കൊണ്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇവര് തൻ്റെ പേര് കടക്കിടുന്നാണ് നമ്മുടെ ചന്ദ്ര ഓർത്തത്. പക്ഷെ അവർ ഇടാത്തത് കൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു വിഷമമായിട്ട് തലയും കൊണ്ടിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ സച്ചിക്കും വിഷമമാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോറുണ്ടതിന് ശേഷം എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവാണ്. മുറിയിൽ ചെന്നതിന് ശേഷം ശ്രുതിയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പേര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കടയ്ക്കൊരു പേര് ആലോചിക്കുന്നതിന് എന്തൊരു റിസ്ക് ഉള്ള പണിയാലേ എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ശ്രുതിയോട് ശ്രുതി പറയുന്നുണ്ട്, നമുക്കെങ്കിലേ നമ്മുടെ രണ്ടുപേരും ആദ്യത്തെ അക്ഷരം കിട്ടാലോ, എസ് നേടാം. അതൊന്നും വേണ്ട, അതൊക്കെ ചീപ്പാ. അവൻ കണ്ടില്ലേ സച്ചി അവർ രണ്ടുപേരും പേരെടുത്ത് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്, ഇനിയിപ്പം നമ്മൾ അതുകൊണ്ട് കോപ്പി അടിക്കാന്നൊക്കെ പറയും, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ട്. പിന്നെ എന്ത് പേരിടും എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, നമുക്ക് നിങ്ങളുടെ അമ്മയുടെ പേരിട്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ഇവരുടെ റൂമിന്റെ മുമ്പിലോട്ട് നടന്നു പോകാതിരിക്കും. അപ്പോഴാണ് ഇവരെ ചർച്ച കേട്ടിട്ട് അവരുടെ സ്റ്റക്കായി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ എടുത്ത് ആ ഒരു ഓഡിയോ ക്ലിപ്പ് അവൻ പിടിച്ചെടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ഓഡിയോ ആയിട്ട് പിടിക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നീ 4 ശരിക്ക് നമ്മുടെ അമ്മയുടെ പേരിന് യാതൊരു രാശിയില്ല. നീ ബ്യൂട്ടി പാർലർ തുടങ്ങി, അത് നിന്റെ കയ്യിൽ പോയി. അതുപോലെ തന്നെ അവളൊരു പൂക്കട തുടങ്ങി, എന്നിട്ട് അത് കോർപ്പറേഷൻകാരും കൊണ്ടുപോയി. അതുകൊണ്ട് 2 പ്രാവശ്യം റിസ്ക് എടുത്തു. ഇനി റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണ്ട. അമ്മയുടെ പേരൊന്നും ഇടണ്ട, അത് വേണ്ട. എന്താണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആൻറ്റി നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറയാവോ? അമ്മയുടെ പേരിടാൻ നല്ലതല്ലേ? എന്റെ പൊന്നു ശ്രുതി, വേണ്ട, നശിക്കാന് എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഇത്രയും ക്യാഷ് ഇറക്കി ബിസിനസ് തുടങ്ങാം, അതങ്ങാണ് മുടിഞ്ഞു പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടെങ്കിൽ നമ്മുടെ സച്ചി കഥ തുറന്നാൽ അങ്ങോട്ട് ചെല്ലുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു മാനേഴ്സ് അല്ലേ? ഒരു മുറിയിലേക്ക് കയറി വരുമ്പം അറ്റ്ലീസ്റ്റ് തട്ടണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ?
ചോദിച്ചിട്ടേ കയറി വരാളൂ എന്ന് പറയുമ്പോഴേക്കും അല്ല നിങ്ങളുടെ സീരിയസ് ആയിട്ട് ഡിസ്കഷനിലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ നിന്റെ കടയ്ക്ക് നമ്മുടെ അമ്മയുടെ പേരിട്ടാ മതി എന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾ 6 പേരുണ്ടെങ്കിൽ ഇടും, നീ ആരാ തീരുമാനിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, എന്താ സച്ചി ഇത്, ഒരുമാതിരി ഔഡിസം കാണിക്കാതെ ഇറങ്ങി പൊയ്ക്കോ അങ്ങോട്ട്, ഇത് ഞങ്ങളുടെ മുറിയാ, ഞങ്ങളവിടെ കിടന്നോളാം, നിങ്ങൾ എന്താ വെച്ചാ കാണിച്ചോ, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അമ്മയുടെ പേരിടാൻ പറ്റുള്ളൂ, അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ സച്ചി എന്ന് ശ്രുതി ചോദിക്കാണ്. അപ്പോഴേക്കും ഈ ഓഡിയോ ക്ലിപ്പ് അവന് കേൾപ്പിക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ അമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാ, ഇതെങ്ങാണ് അമ്മ കേട്ടാ എന്താ അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മുടെ രേവതി ആണെങ്കിൽ ഇതെല്ലാം വാതിക്കന്നെ കണ്ടോണ്ട് നിൽക്കാണ് നമ്മുടെ ഈ സച്ചി പോയി കാണിക്കുന്നൊക്കെ. സച്ചി പറയാണ്, എന്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്ന ഒരു 5% എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ സ്നേഹം മുഴുവനും നിനക്ക് കിട്ടുന്നുണ്ടാ, നിനക്ക് അതിന്റെ വില മനസ്സിലാവാത്തത്, അതൊട്ടും കിട്ടാത്തവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുമെന്ന് പറഞ്ഞ് സച്ചിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. സച്ചി പറയാണ്, ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് ആരെ കേൾപ്പിക്കണ്ടെന്നുണ്ടെങ്കിലേ മര്യാദയ്ക്ക് അമ്മയുടെ പേര് തന്നെ ഇട്ടോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, ഞാൻ പറഞ്ഞതാ ഇവനാ ഇടാഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ആയടാ എന്തായാലും അമ്മയുടെ പേര് ഇട്ടോണം കടയ്ക്ക്, അതിലിനി ഒരു മാറ്റവും ഇല്ല, അങ്ങനെ മാറ്റം ഉണ്ടായാലേ ഞാനത് അമ്മേനെ കേൾപ്പിക്കും, അയ്യോ വേണ്ട എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവാണ്. അവള് പറയാണ്, ഒരു മാനേഴ്സ് ഇല്ലാത്ത ഒരുത്തൻ നമ്മളെ പറഞ്ഞൊക്കെ പുറത്തൊന്ന് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നു, അത് മാത്രമല്ലാതെ ഇടിച്ചു കയറി മുറിയിലേക്ക് വരിക, ഇവനുള്ളിടത്തോളം ഒരു സമാധാനം കിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാണ്, നമുക്ക് ബിസിനസ് ഒക്കെ എന്ത് കൊഴുക്കട്ടെ, നമുക്ക് വേറെ വലിയ വീടൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഈ അമ്മയോടും ശ്രുതിയോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി മുറിയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, നിങ്ങളെ പഠിക്കാനേ വലിയ പാടാ, ഒരു 2 ബുക്ക് പഠിക്കണം നിങ്ങളെ കുറിച്ച് എഴുതി വെക്കാൻ, ഞാനെന്താടി വലിയ പ്രശസ്തം വല്ല ആണോ എന്നെ കുറിച്ച് എഴുതാൻ, അല്ല നിങ്ങളുടെ സ്വഭാവം പലപ്പോഴും പലതാ, നിങ്ങളുടെ അമ്മ നിങ്ങളെ ഒരു മോനായിട്ട് പോലും മനസ്സിലാക്കുന്നില്ല, പക്ഷെ നിങ്ങളിപ്പോ അവിടെ പോയി ചെയ്തതെല്ലാം ഞാൻ കണ്ടു, നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചത് ഞാൻ കണ്ടു. ഓ അപ്പൊ എല്ലാം കണ്ടല്ലേ, എല്ലാം കണ്ടു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ നിങ്ങളുടെ ഇത്രയ്ക്കും വലിയ ദേഷ്യം, നിങ്ങൾ ചെറുപ്പകാലത്തൊട്ട് അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നോ? സാധാരണ 2-3 മക്കളുള്ളപ്പോ അമ്മമാർക്ക് ഇങ്ങനെ കൊണ്ടാവാറ് പതിവാ, ഏതിലും ഒരു മോനോട് വഴക്കുണ്ടാക്കും. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലോ അനിയനോടാണ് അമ്മയ്ക്ക് ദേഷ്യം, പക്ഷെ അതുപോലെ തന്നെ സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ സ്നേഹമില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഇറക്കിടാനുള്ള സിറ്റുവേഷനിലാണ് അമ്മ നിൽക്കുന്നത്. എത്ര തവണ പറഞ്ഞു ഇറങ്ങിപ്പോയിക്കോന്ന്, അച്ഛനെ പേടിച്ച് മാത്രം അമ്മ അത് ചെയ്യാത്തത് എന്ന് അവള് പറയുന്നുണ്ട്. അല്ല ജനിച്ച സമയത്തൊക്കെ അമ്മമാർക്ക് മക്കളോട് എന്തായാലും ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ എപ്പോഴാ സച്ചേട്ടാ അതൊക്കെ മാറിയും ചോദിക്കാണ്. അത് പിന്നെ എന്ന് പറയുമ്പോ പറ സച്ചേട്ടാ പറന്ന് പറയുമ്പോ ഒന്നുമില്ല, നീ എനിക്കൊരു കോഫി എടുത്തോണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്റെ സച്ചേട്ടാ അപ്പൊ എന്നോട് നിങ്ങൾ എന്തോ മറക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നൊന്നും കാണിക്കില്ലല്ലോ, എന്നോട് എന്തോ മറക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എന്നോട് മറച്ചു വെക്കാൻ പാടുണ്ടോ ചോദിക്കുമ്പോ അറിയണ്ടാത്ത കാര്യങ്ങൾ അറിയാതിരിക്കുന്നതന്നെ നല്ലത്, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞാ പോരെ, സങ്കടം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തിനാ മറ്റുള്ളവർ പറഞ്ഞ് അവരെ കൂടെ സങ്കടപ്പെടുത്തുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് അറിയണമെന്ന് പറയുമ്പോ ഓഹോ അപ്പൊ നീ അറിഞ്ഞ സമ്മതിക്കുള്ളോ, അതെ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എന്നോട് നിങ്ങൾ ഒന്നും മറച്ചു വെക്കാൻ പാടില്ലെന്നറിയില്ലേ, അപ്പൊ പിന്നെ പറഞ്ഞാലെന്തോ കുഴപ്പം, ഇത് പറഞ്ഞാലേ എന്റെ ഭാര്യയാവളെന്നാണെന്ന് പറഞ്ഞേ, അതെ അങ്ങനെയുള്ളൂ, എങ്കിലേ നീ ഇപ്പൊ പറയണ്ട, എനിക്ക് നിന്റെ ചായ വേണ്ട, ഞാൻ പുറത്തേക്ക് കുടിച്ചോളാന്ന് പറയുമ്പോ അയ്യോ വേണ്ട ഞാൻ ചായ ഇട്ടരാന്ന് പറഞ്ഞിട്ട് അവള് ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു മുറിക്കകത്താണെങ്കിൽ രവിയും ചന്ദ്രയും നല്ല വഴക്കായിരിക്കും. ചായ കൊണ്ട് രേവതി അങ്ങോട്ടേക്ക് കയറി പോകുമ്പോ വേറെ വഴക്ക് കാരണം അവിടെ തന്നെ നിൽക്കാണ്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അതെ ഞാൻ അവനെ അങ്ങനെ തന്നെ പറയും, കാരണവേ അവനെന്റെ മകനല്ല, എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ണൂടാ, സച്ചിനെ എത്രയും വിടുന്ന ഇറക്കി വിട്ടോണം എന്നൊക്കെ രവിയോട് പറഞ്ഞത് കേട്ട് ആകെപ്പാട് ഞെട്ടി നിൽക്കാണ് നമ്മുടെ രേവതി. അപ്പം ശരിക്കും സച്ചിയേട്ടൻ അമ്മയുടെ മകനല്ലേ എന്നാലോചിച്ച് കരയാണ് രേവതി ഉടന്ന്. രവി ചോദിക്കാണ്, നീ എന്തൊക്കെ ചന്ദ്രയെ പറഞ്ഞേ, അതെ എന്റെ മകനല്ലവൻ, എനിക്കവനെ കാണുക പോലും വേണ്ട എന്ന് പറയുമ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇവള് ശരിക്കും മനസ്സിലാക്കുന്നത് ചന്ദ്ര പറഞ്ഞത് ദേഷ്യപ്പെട്ട് പറഞ്ഞാണ്. അപ്പൊ തന്റെ മകനല്ലാന്ന് പറഞ്ഞത് കേട്ട് ഇവൾ ഓർക്കാണ് ശരിക്കും സച്ചി ഇവരുടെ മകനല്ല എന്നുള്ള കാര്യത്തോട് അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. എന്നാല് നമ്മുടെ ചന്ദ്ര പറഞ്ഞ ഇങ്ങനെയാണ്, അവൻ എന്റെ മകനല്ല, എനിക്ക് അവനോട് ഇഷ്ടമില്ലെന്ന് പറയുമ്പം രവി വഴക്ക് പറയുന്നുണ്ട്. നീ പ്രസവിച്ച മകനെയാണോ നീ സ്വന്തം മകനല്ലെന്ന് പറഞ്ഞത്? അതെ എന്റെ മകന്റെ സ്വഭാവമൊന്നും അവനില്ല, എന്റെ സ്വഭാവം അവനില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരുടെ സ്വഭാവം അവന് കിട്ടിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല.
എന്റെ ശ്രീകാന്തും എന്റെ സുധീരയും എന്ത് നല്ല സ്വഭാവ, പഠിച്ച് മിടുക്കന്മാരെ നടക്കുന്നില്ലേ. നിങ്ങളുടെ മോൻ സച്ചി മാത്രമാ വഴിവഴിച്ചു പോയത്. അതിനൊക്കെ കാരണക്കാര് നമ്മളും കൂടാണെന്ന് ഓർത്തോണം എന്ന് രവി പറഞ്ഞ് ചന്ദ്രയുടെ വഴക്ക് പറയുന്നുണ്ട്. ശരിക്കും സംഭവിച്ച ഇതാണ്. പക്ഷേ നമ്മുടെ രേവതി കേൾക്കുന്നത് സച്ചിനെ പ്രസവിച്ചത് ചന്ദ്രയല്ലെന്നുള്ളതാണ് രേവതി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും സത്യം രവിയുടെ നമ്മുടെ ചന്ദ്രയുടെ 3 മക്കൾ തന്നെയാണ് ഇവര്. അത് കൂടാതെ വലിയൊരു ട്വിസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മുടെ സച്ചിനെ ചന്ദ്ര ഇത്ര വെറുക്കുന്നത് എന്നുള്ള കാര്യം അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം. എപ്പിസോഡ് ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു കാണാം. താങ്ക്സ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.